ഹലോ, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് മിനി വ്ലോഗ് ഒന്ന് കണ്ടാലോ. ഞാൻ ആദ്യം തന്നെ അരി അടുപ്പ് ഇടുവാണ് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട്. അരി കഴുകി അടുപ്പിട്ട് വിറകടുപ്പിലാണ് ഞാൻ ചോറ് വയ്ക്കുന്നത്. 2 ദിവസത്തേക്കുള്ള ചോറ് ഒരുമിച്ച് വെച്ച് വയ്ക്കും. എന്നിട്ട് തലേദിവസം മേടിച്ച് വെച്ച മീനുണ്ടായിരുന്നു, കുഞ്ഞു ചൂര. അത് മീൻ കറി വയ്ക്കാനായിട്ട് കഴുകാനെടുത്ത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മീനാണ് ഇത്. മീൻ കഴുകുന്ന എനിക്കങ്ങോട്ട് ഇഷ്ടമല്ലാത്ത പണിയാണ്. പിന്നെ ഈ മീൻ ഇത് മറ്റേ ഇതില്ല എൻ്റെ വരുന്നത് അയല ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴുകിയെടുക്കാം. മത്തി ഒട്ടും മേടിക്കാറില്ല, നിന്ന് കഴുകണം, എനിക്കത് വയ്യാത്തതുകൊണ്ട്. ഇഷ്ടമാണ് മത്തി, പക്ഷെ കഴുകാൻ മടിച്ചിട്ട് മേടിക്കാറില്ല. എന്നിട്ട് ലാസ്റ്റ് അത് കഴുകി വൃത്തിയൊക്കെ ആക്കിയെടുത്തിട്ട് ഞാൻ മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്ത് ഇപ്പോൾ ഇട്ടേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടി ഇടുന്ന ഉലുവാപ്പൊടിയാണ്, അതും കൂടെ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം വെള്ളം ഒഴിച്ച് കൊടുക്കണേ. പിന്നെ ഞാൻ ഇടാൻ നോക്കിയപ്പോൾ എനിക്ക് കറിവേപ്പില കണ്ടു. എനിക്ക് കറിവേപ്പില ഇല്ലായിരുന്നു. അന്നേരം കറക്റ്റ് ഉഷാമ കടമണ്ട വരെ പോയിട്ട് വന്നാണേ. അപ്പോൾ ഇവിടെ നിന്നോ കറിവേപ്പിലയും കൊണ്ടാണ് വന്ന ഒരു ചുമട്. അപ്പം പകുതി എനിക്കും തന്നിട്ട് പോയി ഉഷാമ കേട്ടോ. അതുകൊണ്ട് മീൻ കറിക്ക് കറിവേപ്പില ഇടാൻ പറ്റിയേ. അങ്ങനെ വെള്ളം ഒഴിച്ച് അത് തിളച്ച് വരുമ്പം പുളി ഇടണം. പക്ഷെ ഞാൻ തിളയ്ക്കാനൊന്നും നിൽക്കത്തില്ല, അതിന് മുന്നേ പുളിയൊക്കെ ഇടുവേ. എന്നിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ചേർക്കും. ഉപ്പും കൂടെ ചേർത്ത് ആ തിളച്ച് വരുമ്പോഴാണ് പുളി ഇടണ്ടേ. ഞാൻ അതിന് മുന്നേ പുളി ഇടും. എനിക്ക് അതിനുള്ള ക്ഷമയില്ല, തിളച്ച് വന്ന് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കണ്ടോ അടുക്കളയിൽ എന്ത് വൃത്തികേട്ട് കറിവേപ്പില മൊത്തം ഇട്ടേക്കുന്നത്. ഈ പൊന്നുമോനായി ഇത് മൊത്തം ഇങ്ങനെ കാണിച്ചിട്ടേക്കുന്നത്. എന്നിട്ട് ഞാൻ ഉഷാമ കൊണ്ടുവന്ന കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ പുളിയും കൂടി ഇട്ട് കൊടുത്ത് ലാസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ആ മീനും കൂടി ഇട്ട് കൊടുക്കുവേ. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കും. അടച്ചു വെച്ച് അത് പറ്റി വരുമ്പോഴത്തേനും ഇപ്പം തന്നെ മീൻകറി റെഡിയായി കേട്ടോ. മീൻകറി റെഡിയായി. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മണ്ടയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോഴത്തേനും എൻ്റെ സൂപ്പർ മീൻകറി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇത് കണ്ടു. ഈ ചീര നിങ്ങൾക്ക് അറിയാവോ? ഇത് ചായാമൻസ എന്ന് പറയുന്നൊരു ചീരയാണ്. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണോ നിൽക്കുന്നത് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഈ വീട്ടിലെ അമ്മ പറഞ്ഞു ഇത് ചീരയാണ്, നീ അത് പറിച്ച് തോരൻ വെക്കണം കേട്ടോ എന്നൊക്കെയാണ് പറഞ്ഞു. അങ്ങനെ അതിൽ പിന്നെ ഞാൻ എപ്പോഴും എനിക്ക് ചീരത്തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ പിന്നെ ഞാൻ മിക്ക ദിവസവും മീൻകറി ഉണ്ടെങ്കിൽ ചീര ഞാൻ തോരൻ പറിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഞാനത് പറിച്ച് നല്ല വൃത്തിയായിട്ട് അത് കഴുകിയെടുക്കണേ. ഞാൻ ചോപ്പറിലിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം ഞാൻ ഇത് ചെയ്യുന്ന കണ്ടിട്ട് പൊന്നുമോനും ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളും എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ വന്നാണ്. അപ്പം ചീര തോരൻ വെക്കാൻ എടുത്തപ്പോഴാണ് കണ്ടത് വെളുത്തുള്ളി തീർന്നു പോയിരുന്നു. കുറച്ച് വെളുത്തുള്ളി ഉള്ളായിരുന്നേ. അപ്പോൾ അപ്പുറത്ത് പോയി പൊന്നുമോന് ഉഷാമ്മയുടെ ഒരു വെളുത്തുള്ളി മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് എനിക്കിരുന്ന് കാല് വയ്യാത്തതുകൊണ്ട് തിരുമാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വാക്കത്തിയും കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉഷാമ്മ എനിക്ക് നേരത്തെ ഇപ്പോൾ ഉഷാമ്മയ്ക്ക് കൈ വയ്യ. അപ്പോൾ അതിന് മുന്നേ നേരത്തെ എനിക്ക് തിരുമ്മി തന്ന കുറച്ചുണ്ടായിരുന്നു. അതും കൂടെ മിക്സിയിലിട്ട് ഒന്ന് ഇതാക്കിയെടുത്തേ. ഞാൻ അതിന് ചേർത്തെന്ന് വെച്ചാൽ ഈ അരപ്പിനകത്ത് വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളകും കൂടി ഇട്ട് അന്നേരം ക്രഷ് ചെയ്തെടുത്താണ് ഈ തേങ്ങ ഈ അരപ്പ്. എന്നിട്ട് അതൊന്ന് എണ്ണയ്ക്കകത്തിട്ടിട്ട് കടുക് വറുത്ത് ഈ അരപ്പും കൂടി ഇട്ട് ആ ചീര ഇങ്ങനെ അരിഞ്ഞതിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഈ ചീരയ്ക്ക് ഇച്ചിരി വേവുണ്ട് കേട്ടോ, സാധാ ചീര പോലല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല വേവുണ്ട് ഈ ചീരയ്ക്ക്. എന്നിട്ട് ഇച്ചിരി ഉപ്പ്, ഞാൻ പേടിച്ച ഉപ്പിട്ടത് കഴിഞ്ഞ വട്ടം വെച്ചപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി. അപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇങ്ങനെ നന്നായിട്ട് ഒരു 10 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുവാണേ. അങ്ങനെ എൻ്റെ ഉച്ചയ്ക്കത്തെ കുക്കിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഞാൻ സെറ്റ് കവറെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വിരിക്കുവാന്നേ. അപ്പോൾ ഞാൻ ചിരിച്ച് കാര്യം പറഞ്ഞ ഉഷാമ്മ അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഉഷാമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ. അപ്പോൾ അതും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പെര തൂത്ത് വൃത്തിയാക്കുമായിരുന്നേ. ജോലിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് കഴിക്കാനിരിക്കുവാണെങ്കിൽ സമാധാനത്തോടെ കഴിക്കാമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഉച്ചവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. സമയം 2 മണിയോളം കഴിഞ്ഞു കേട്ടോ. വിറയ്ക്കുന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ പിള്ളേരെ കുളിപ്പിച്ചു വൃത്തിയാക്കി അവർക്ക് ചോറ് വിളമ്പി കൊടുക്കുവാണ്. അതിനകത്ത് അവർക്ക് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. അവർക്ക് ഇഷ്ടമാണ് തൈര്. എനിക്കിഷ്ടമല്ല തൈര് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വലുതായിട്ട്. അപ്പം കഴിക്കാൻ വന്നിരുന്നപ്പോൾ തണ്ണീർമത്തൻ സിനിമ ഓടുന്നേ. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് സിനിമ എന്തെങ്കിലും കണ്ടതും പഴയ സിനിമ എന്തെങ്കിലുമൊക്കെ കണ്ട് ചോറ് കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം പിള്ളേർക്കും ചോറ് കൊടുത്ത് ഞാനും കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.